ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കാൻ എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അടുക്കള എപ്പോഴും വൃത്തിയോടെ ഇരിക്കുന്നതായിരിക്കില്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മൾ ധൃതി പിടിച്ച് രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അടുക്കള തല കീഴായി മറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. പച്ചക്കറികളുടെ വേസ്റ്റ്, നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ, നമ്മളെടുത്ത കറി പൗഡറുകളുടെ ഡപ്പകൾ, അങ്ങനെ കൗണ്ടർ ടോപ്പ് മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ആദ്യം നമ്മൾക്ക് അതെല്ലാം എടുത്ത് മാറ്റി വെക്കണം, എന്നിട്ടാണ് നമുക്ക് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഡപ്പകളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ അത് ഒന്ന് തുടച്ചും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തുള്ള കൈ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മെഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ആയിട്ട് മഴയിട്ട് അത്യാവശ്യം ഈച്ചയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞൊരു തരം ഈച്ച, എത്ര വൃത്തിയായി തുടച്ചിട്ടുണ്ടെങ്കിലും ഈച്ച വരുന്നൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ച പാത്രങ്ങൾ വലിയ വലിയ പാത്രങ്ങളാവുമല്ലോ, അപ്പോൾ അതൊന്നും നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഭക്ഷണങ്ങളൊക്കെ ഒഴിച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് മറ്റ് വലിയ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ പകുതിയിലധികം നമുക്കൊന്ന് വൃത്തിയായിട്ട് തോന്നും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാളികേരം ചെറിയ വെച്ച ചിരട്ടകൾ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. നമുക്ക് ബാക്കി വന്ന നാളികേരമൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് അപ്പം തന്നെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഒരുവിധം സെറ്റാവും കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലുണ്ടല്ലോ, അതോടുകൂടി നമുക്ക് ചോറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ ഒരൊറ്റ വൃത്തിയാക്കലിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ എന്ത് ചോറിന് കറി വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പം തന്നെ അതോടുകൂടി എല്ലാം ഒറ്റ സമയം കൊണ്ട് തന്നെ വൃത്തിയാക്കലും നമ്മുടെ പണി ലാഭമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ പിന്നെ ഒന്ന് ചൂടാക്കി എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയധികം അടുക്കളയൊന്നും കച്ചറയില്ല. അതുപോലെ തന്നെ പിന്നീട് കുറേ സമയം കഴിഞ്ഞ് പിന്നെ രാത്രിക്കായിരിക്കും പിന്നീടൊന്ന് വൃത്തികേടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത്രയും സമയം അടുക്കള നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഡെയിലി നമ്മുടെ മിക്സിയൊക്കെ തുടച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ എന്തായാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എന്നും. അപ്പോൾ അത് അന്നും തന്നെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അന്നുള്ള ഒരു കച്ചറയൊക്കെ അന്ന് തന്നെ അവിടെ വൃത്തിയാക്കി എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കാണാനും നല്ല വൃത്തിയായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗ, അതിൻ്റെ അടിയിലാണെങ്കിൽ ഇതുപോലെ ഡെയിലി കച്ചറകൾ വീണ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ അന്ന് തന്നെ തുടച്ചെടുക്കുക കേട്ടോ. നല്ലൊരു തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇതിങ്ങനെ പൊക്കി കൊടുത്ത് അതിൻ്റെ അടിയിൽ നിന്നൊക്കെ തുടച്ചെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്താണെങ്കിലും ആ കമ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയോടെ ഇരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ കൂടുതലും അവിടെ കച്ചറയിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നീട് നമുക്ക് തന്നെ അത് ഒരു മടുപ്പ് തോന്നും കേട്ടോ നമുക്ക് വൃത്തിയാക്കാനായിട്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് 2-3 തവണ തുണിയൊക്കെ നനച്ച് പിഴിഞ്ഞ് നമ്മൾ തുടച്ചു കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സൈഡിലെ ചുമരിലൊക്കെ അത്യാവശ്യം നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഓരോ വേസ്റ്റുകളും അല്ലേ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ തുടച്ചെടുത്താൽ നമുക്ക് അത്ര ഈസി ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഓരോന്നും മാറ്റി വെച്ച് നമ്മൾ തുടയ്ക്കണം കേട്ടോ. ഓരോന്നും മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുക. അപ്പം തന്നെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. 1-2 തവണ നമ്മൾ തുണിയൊക്കെ പിഴിഞ്ഞ് നമ്മൾ തുടച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും ടിഷ്യൂസ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ തുടയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ സൈഡിലൊക്കെ പിടിച്ചതൊക്കെ തുടച്ചെടുക്കണം കേട്ടോ. എത്ര ശ്രദ്ധിച്ചാലും എങ്ങനെയല്ല ഈ സൈഡിൽ കൂടെ എന്തായാലും ഇങ്ങനെ തെറിച്ച് പോകും കേട്ടോ ഭക്ഷണത്തിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അത് തുടച്ചെടുക്കുക കേട്ടോ. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തുടച്ചാലും നമുക്കത് പോരില്ല. പിന്നെ ഒരു ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ അത് വൃത്തിയാക്കി എടുത്താൽ കാണാനൊരു ഭംഗിയാണ്, നമുക്ക് പണി ലാഭമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ ജനലിൻ്റെ ഒരു ഭാഗം കേട്ടോ. അവിടെ നമ്മൾ പല പല സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവയ്ക്കൂലേ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നന്നായി വൃത്തിയായിട്ട് ഒന്ന് തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിങ്കാണെങ്കിലും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം, നന്നായി ഉരച്ച് വൃത്തിയാക്കിയിടണം. അപ്പം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇന്നലെ കഴുകിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് ഉരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉരയ്ക്കേക്ക്. ബ്രഷ് വെച്ച് ഉരച്ചതിനേക്കാളും വൃത്തിയായി തോന്നുന്ന ഈ ഒരു സ്ക്രബ്ബർ വെച്ച് ഉരയ്ക്കുമ്പോഴാണ് കേട്ടോ. അപ്പം അങ്ങനെ അവിടെയും നമ്മൾ വൃത്തിയാക്കി ഇടുക. പിന്നെ കുട്ടികൾക്ക് ഇവിടേക്കാണ് കേട്ടോ എത്തുക, കൈ കഴുകാനും വായ കഴുകാനും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കുറച്ച് വൃത്തിയാക്കിയിട്ടാലും താഴേക്ക് നന്നായിട്ട് വെള്ളം വീഴും കേട്ടോ അവർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചവിട്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ സിങ്കിൻ്റെയൊക്കെ താഴെയായിട്ട് ഒരു ചവിട്ടിയും കൂടി ഇട്ട് കൊടുത്താൽ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ താഴെ പോയാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ ഈ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇത്രയധികം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പാത്രങ്ങളൊന്നും അടുക്കളയിൽ വെക്കാതിരിക്കുക. അതായത് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. കാരണം നമ്മൾ കുറേയധികം പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് വെക്കുമ്പോൾ നമുക്ക് ഒന്ന് കഴുകിയിട്ട് മറ്റൊന്ന് ഉപയോഗിക്കാൻ അങ്ങനെ തോന്നില്ല കേട്ടോ. നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എടുത്തു പോകും കേട്ടോ പാത്രങ്ങളൊക്കെ നിറയെ. അവസാനം നമ്മൾ കഴുകുമ്പോഴായിരിക്കും അയ്യോ ഇത്രയും പാത്രം ഉണ്ടോ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം അടുക്കളയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒന്ന് ഉപയോഗിച്ച് അത് കഴുകിയിട്ട് അപ്പം തന്നെ എടുക്കാൻ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നു പോകും നമുക്കങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പാത്രങ്ങളൊന്നും ഇങ്ങനെ അടുക്കളയിൽ വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾക്കുള്ള ഇപ്പോൾ 2-3 ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചട്ടി എടുത്തിട്ട് 2 മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ 2 വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഒരുപാട് കുക്കർ ഉണ്ടെങ്കിൽ ഒരു കുക്കർ ഉപയോഗിക്കുക. ഒരുപാട് കിണ്ണങ്ങൾ, ഗ്ലാസ്സുകൾ ഇതൊക്കെ തന്നെ നമ്മൾ കുറേയധികം വാങ്ങിക്കൂലേ. അത് നമ്മളെ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണല്ലേ അങ്ങനെ കുറേ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആവശ്യങ്ങൾക്കുള്ളതൊക്കെ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള പാത്രം കഴുകാനുള്ള കൊട്ടത്തളങ്ങളാണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ തന്നെ വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളം വീഴലും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ വേറെ കച്ചറയും കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. പാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ മതി കേട്ടോ. കുറച്ച് വലിയ വലിയ പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചാൽ മതി. അതല്ലാത്ത കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇങ്ങനെ റാക്ക് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള സൗകര്യം നമ്മളിങ്ങനെ ഒരു കൊട്ടത്തളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ കണ്ടാൽ ഞങ്ങൾക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കുറച്ച് വലിയ പാത്രങ്ങളൊക്കെയാണ് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമുള്ളൂ കേട്ടോ.
ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നന്ന് തന്നെ നമ്മുടെ അടുക്കളയിൽ കച്ചറയായി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ചെയ്തിട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കേട്ടോ പറയണത്. നമ്മൾ അപ്പം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ കുന്നുകൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.